ഒരു ഓട്ടോറിക്ഷക്കാരൻ, നിങ്ങൾ ബാബു ബാലേന്ദ്രനല്ലേ? ശരി, അതെ. നിങ്ങൾ പരിപാടി കാണുന്നുള്ളത് പലരും വിചാരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്നും ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നൊക്കെ. പക്ഷെ അത് ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. അതൊരു ആവേശകരമായ സംഭവമാണ്, അതൊരു വല്ലാത്ത കഥയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? ഇതൊരു സന്തോഷമുള്ള കാര്യം. വളരെ സന്തോഷമായിരുന്നു. മലബാർ കലാപം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് സംഘികളുടെ മൊത്തം ആറാട്ടായിരുന്നു അവിടെ. അതുപോലെ കശ്മീരി പണ്ഡിറ്റുകൾ ചെയ്ത സമയത്ത് തിരിച്ചുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത വഖഫ് ബോർഡ് എപ്പിസോഡിന്റെ ചോട്ടിൽ ഇതുപോലെ വൻ അറ്റാക്കായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ചും സദ്ദാമിനെ വളരെയധികം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ സദ്ദാമിനൊപ്പമാണ്, നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് EMS ഒക്കെ. വല്ലാത്തൊരു കഥ ബാബു രാമചന്ദ്രനാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്, നമസ്കാരം. നിങ്ങളൊരു വല്ലാത്ത കഥയാണ് കേട്ടോ. ഇപ്പോൾ ഏഷ്യാനെറ്റ് വിടുമ്പോൾ പുതിയൊരു കഥ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട്? അതിൻ്റെ വേണ്ട കോൺഫിഡൻസ് ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടിയെന്നാണ് പറയാം. കാരണം ഞാൻ ആദ്യം വന്ന സമയത്ത് വെബിലായിരുന്നു. അവിടെ കുറേ കാലം എഴുത്ത് മാത്രമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വന്നിട്ട് വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് വന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ TV-ക്ക് വേണ്ടിയിട്ടും ആദ്യം വെബിന് വേണ്ടിയിട്ടും പിന്നീട് TV-ക്ക് വേണ്ടി നടത്തി. അതിനുശേഷം ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ഷൻസ് അവിടെ നടത്താൻ പറ്റി. യുവജനോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ ഒരു 50ഓളം എപ്പിസോഡ് ഫീൽഡിൽ പോയി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു മൾട്ടി ക്യാം ഷൂട്ട്, 5 ക്യാം ഷൂട്ടായിരുന്നു. കൂടെ കുട്ടികളെയൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യണമായിരുന്നു. പുതിയ ജോലികൾ ഏർപ്പെട്ടപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് എക്സ്പെൻസ് വരും. നമ്മളിപ്പോൾ ഒരു മൾട്ടി ക്യാം ഷൂട്ട് പോകുകയാണെങ്കിൽ അതിന് എത്ര ചിലവ് വരും. അതുപോലെ നമ്മൾ ഫ്ലോറിന് ഇതിൻ്റെ ഒരു സാമ്പത്തികം മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് പരിചയപ്പെട്ട കുറേ ആളുകളിൽ നിന്നും അവരുടെ കൂടെ ചെയ്ത കുറേ ജോലികളിൽ നിന്നുമാണ്. അപ്പോൾ ഞാനിതുപോലെ പല ജോലികളും ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഇതൊരു പുതിയ ജോലി മാത്രമായിരുന്നു. അത് ചെയ്ത് പഠിക്കാനുള്ളൊരു താമസം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 3 വർഷത്തോളം ഞാൻ ആദ്യത്തെ 1 വർഷം ഇൻപുട്ട് ഡെസ്കിലായിരുന്നു. അപ്പോൾ ന്യൂസ് മീഡിയയുടെ ഒരു ആക്ച്വൽ ഹോട്ടസ്റ്റ് സ്ഥലമാണല്ലോ ഇൻപുട്ട് ഡെസ്ക് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇരുന്നുകൊണ്ട് ശരിക്കും സൂചിമനയുടെ മുകളിൽ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. 8 മണിക്കൂർ ജോലിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് എക്സ്പീരിയൻസ്. പിന്നീട് വല്ലാത്തൊരു കഥ, ഞാൻ പിന്നീട് റിസർച്ചിലായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ട്രെയിനിങ് എന്നല്ല, ഓൺ ജോബ് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് കോൺഫിഡൻസ് കൂടി. പിന്നീട് നമുക്ക് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഏതാണ് റൈറ്റ് മൊമെൻ്റ് എന്നുള്ളത്. നമുക്കൊരു റൈറ്റ് മൊമെൻ്റ് ഉണ്ടാവും. പലരും ഈ വല്ലാത്ത കഥ 4 വർഷമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പലരും നമ്മളോട് ചോദിക്കുന്നത് എന്താണ് വേറെ യൂട്യൂബ് ചാനൽ ചെയ്യാത്തത് എന്ന് പല കാരണങ്ങളാൽ ആൾക്കാർ ചോദിച്ചിരുന്നു. അന്നൊന്നും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ കോൺഫിഡൻസ് ആർജിച്ചെടുക്കാൻ 4-4.5 വർഷം എടുത്തു. ഏകദേശം 5 വർഷം ആവാറായപ്പോൾ. അപ്പം ധൈര്യം വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് വലിയ റിസ്ക്കാണ്. കാരണം നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആരും നമ്മൾ ഒരു തരത്തിൽ ഭീഷണിക്ക് നമുക്കില്ല. ആ അവസ്ഥ മാസം ശമ്പളം വരുന്നു. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംഫർട്ട് സോണിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് മെല്ലെ കുറച്ച് കഴിയുമ്പോൾ ഡൈ ഡൗൺ ആവാൻ തുടങ്ങും. ഡെയിലി ഒരേ പണി ചെയ്യുമ്പോൾ അത് ഒരു തരത്തിൽ റിസ്ക് എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് നമ്മളെ കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ജേർണിയിൽ കൊണ്ടുപോകുന്നുള്ള ഇതിലാണ് പുതിയ ഇറങ്ങി പുറപ്പെട്ടുള്ളത്. വലിയ റിസ്ക്കാണ്, കാരണം വിജയിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. എങ്കിലും ഇത് തുടക്കത്തിൽ വല്ലാത്ത കഥ കാണുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ. പക്ഷേ ഇത് ഇത്തരത്തിലുള്ളൊരു വൈഡർ ഓഡിയൻസിനെ കൊണ്ടുവരുമെന്നും ഇതൊരു സക്സസ്സിലേക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസിനൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമേ ഇതിനും സംഭവിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ജഡ്ജ്മെൻറ്റ്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ അനുകരിക്കുന്ന ഒരു വല്ലാത്ത കഥയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് വണ്ടിക്കകത്തിരുന്നൊക്കെ കഥ പറയുമ്പോൾ 3-4 സെൻറ്റൻസിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് അതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് തമാശയ്ക്ക് പറയുന്നതല്ല, ഞാൻ സീരിയസ്ലി കാണിച്ചു തരാം. ഞങ്ങൾ ബിഹൈൻഡ്സിലുള്ളപ്പോൾ ശരിക്കും വല്ലാത്ത കഥയെ ഞങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഭാഗം ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രഹസ്യാത്മകതയുടെ, ആസൂത്രണത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, പ്രതിഭാവിലാസത്തിൻ്റെ, സാങ്കേതിക മികവിൻ്റെ, ഒത്തൊരുമയുടെ, ഉജ്ജ്വല വിജയത്തിൻ്റെ കഥ. ഇന്ത്യക്കാരനായ ഓരോ മനുഷ്യൻ്റെയും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന, രക്തചംക്രമണം ഇരട്ടിപ്പിക്കുന്ന, അഭിമാനം ആകാശം മുട്ട ഉയർത്തുന്ന വിസ്മയകരമായ വിജയത്തിൻ്റെ ചരിത്രം. അതൊരു ആവേശകരമായ സംഭവമാണ്, അതൊരു വല്ലാത്ത കഥയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? ഇതൊരു സന്തോഷമുള്ള കാര്യം. വളരെ സന്തോഷമായിരുന്നു. ആൾക്കാർ പലരും ഇതുപോലെ ഇതിന് ശേഷം ഞാൻ 2020 ജൂലൈയിലാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ എത്രയോ യൂട്യൂബ് ചാനലുകളിൽ പലരും വല്ലാത്ത കഥ എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതേപോലെ അതേപോലെ മറ്റേ കൈയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പലരുടെയും വിചാരം ലൈറ്റൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആർട്ടിക്കുലേഷനിലാണ് കാര്യം എന്നാണ്. അതല്ല അതിൻ്റെ ക്രക്സ്. അതിന് പിന്നിലെടുക്കുന്ന പണിയാണ് അതിൻ്റെ പണി. അപ്പോൾ അവതരിപ്പിക്കലല്ല അതിൻ്റെ ക്രക്സ്. നമ്മളതിലൊരു കഥയെ കണ്ടെത്താനും അതിനങ്ങനെ ഒരു ലേയേഴ്സായിട്ട് പറയാനും അതിന് പിന്നിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു പണിയുണ്ട്. അത് എടുത്താലേ അതിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ കാണുമ്പോൾ
പിന്നെ അത് മാത്രമല്ല ഭയങ്കര പണിയുള്ള പണിയാന്ന് മനസ്സിലായല്ലോ. അതിന്റെ പിന്നിലെ അധ്വാനത്തിന്റെ കഥ ഞങ്ങൾ 2 എപ്പിസോഡ് കൂടി വൈൻഡപ്പ് ചെയ്തത് അതുകൊണ്ടാണ്. ഇത്ര ഹെവി പ്രൊഡക്ഷൻ താങ്ങില്ല. എൻ്റെ ഹെവി പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഷൂട്ട് എന്ന് പറയുന്നത് 1.5 മണിക്കൂർ നേരത്തെ പണിയുണ്ട്, എഡിറ്റ് 2 ദിവസത്തെ പണിയുണ്ട്. ഇതിനേക്കാളൊക്കെ പണിയാണ് റിസർച്ച് എന്ന് പറയുന്ന പണി. അതൊരാഴ്ചത്തെ പണിയുണ്ട്, അതാണ് പണി. ഇപ്പോൾ ഞാൻ ആ ഒരു അതിൻ്റെ ഒരു ക്യുംബസം നേച്ചർ മറികടക്കാൻ വേണ്ടിയിട്ട് വേറെ ചില നമ്മളതിനെ എഞ്ചിനീയർ ചെയ്യേണ്ടി വരും വേറെ രീതിയിൽ. നമ്മളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചുകൂടി 1-2 ആൾക്കാരുടെ സഹായത്തോടെയൊക്കെ നമുക്ക് ഇതിൻ്റെ റിസോഴ്സ് മെറ്റീരിയൽ എടുത്തെടുത്ത്, പക്ഷേ എഴുത്ത് നമ്മൾ തന്നെ എഴുതേണ്ടി വരും. കാരണം നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് വേറെ ആളെ കൊണ്ട് എഴുതിക്കാൻ പറ്റില്ല. അപ്പോൾ എഴുത്തൊരു പണിയാണ്, അത് നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ എപ്പിസോഡും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഇല്ല, ചില വിഷയങ്ങളൊക്കെ എടുത്ത് ഞാൻ കുടുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ചെയ്ത് പകുതിക്ക് വെച്ച് നാളെ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആഴ്ച പോകാനുള്ളത് ഞാൻ ഈ ആഴ്ചയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ പ്രശ്നമാണ്. കാരണം എനിക്കിത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല. ഇപ്പം ഞാൻ ഇനി അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 4 ആഴ്ച മുന്നേ നമ്മൾ ഒരു 4 എപ്പിസോഡ് ബാക്കപ്പിലാണ് ഇനി അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് എന്തും ആലോചിക്കാനുള്ള സമയമുണ്ട്. വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ കളയാനുള്ള വഴിയുണ്ട്, വേറെ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പം അവിടെ ഇല്ലാത്ത കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആക്ച്വലി റിസർച്ച് കുറച്ചുകൂടി ഹെൽപ്പ് കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ അതുണ്ടാവില്ല. ഈ പ്രശ്നമുണ്ട്. ആക്ച്വലി ചില വിഷയങ്ങൾ നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തും. ഞാൻ ബിജു പട്നായിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ പറ്റിയതാണ്. ബിജു പട്നായിക്ക് നമ്മൾ പലയിടത്തും വായിച്ചിട്ടൊക്കെ വെച്ച് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ അകത്തോട്ട് ചെന്ന പുള്ളിത്തോൽ പൊളിച്ചു പോയ പോലെ അവസാനം ഒന്നും ഇല്ല. അത് നമുക്ക് കഥയൊന്നും കാര്യമായിട്ട് പറയാനില്ല. പിന്നെ ഞാനൊരു അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങ് നിർത്തി. കാരണം അത് ലാസ്റ്റ് ദിവസമായിരുന്നു, പിന്നെ വേറെ വഴിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ചില എപ്പിസോഡ്സ് നമുക്കൊരു നിരാശ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. നമുക്കറിയില്ലല്ലോ, തുടക്കം നമ്മൾ അറിയില്ലായ്മയെന്നാണ് തുടങ്ങുന്നത്, പിന്നീട് മെല്ലെ മെല്ലെയാണ് നമ്മൾ അതിനെപ്പറ്റി വിവരം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സദാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടും. കാരണം അങ്ങനെ ഒരു ഇടത് ചായ്വിൽ നിൽക്കുന്ന കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണം. പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ഫാക്ടറിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെനുവിനിറ്റി പോകും. ഞാൻ 2 ചെയ്തിട്ടുണ്ട് അതിനകത്ത്. എപ്പിസോഡിനകത്ത് 2 ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ചും സദ്ദാമിനെ വളരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ സദ്ദാമിനൊപ്പമാണ്, നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് EMS ഒക്കെ. അത് മാത്രമല്ല, പണ്ട് സദ്ദാമിനെ തൂക്കിക്കൊന്നപ്പോൾ അവിടെ ബാഗ്ദാദിലും ദിക്രത്തിലും പ്രതിഷേധം നടക്കുന്നതിന് മുന്നേ ഇവിടെ കണ്ണൂർ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രൊപ്പഗാൻഡ മീഡിയ പറയുന്നത് മൊത്തം ശരിയല്ല. എന്നാൽ ഇയാൾ ക്രൂരതകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എപ്പിസോഡ് കൂടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്, പുതിയൊരു എപ്പിസോഡ് സദ്ദാമുമായിട്ട് ബന്ധമുള്ള, എന്നാൽ സദ്ദാമിൻ്റെ അല്ലാത്തൊരു എപ്പിസോഡ് വെച്ച് അതിലും ഇതേപോലെ കുറേ ഹിഡൻ ക്രൂരതകൾ പലതും നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് പറയുന്നുണ്ട്. വേറെ വിഷയങ്ങളുണ്ട്, വേറെയും കുറേ ഇറാഖിൽ ഒരുപാട് കഥകളുണ്ട്. ആക്ച്വലി നമുക്ക് അതിൽ ഒരു കഥ മാത്രമാണ് സദ്ദാമിനെ തൂക്കിക്കൊന്നവരെയുള്ള കഥ. അതല്ലാതെ വേറെ കുറേ കഥകൾ ഇറാഖിൽ നിന്ന് ഇനിയും വരാനുണ്ട്. ഇവിടുത്തെ എല്ലാ റിസർച്ചുകളും നമ്മൾ ഇടത് ബുദ്ധിജീവികളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കഥകളൊക്കെ പറയേണ്ടത്. ഇത് എല്ലാ റിസർച്ചസിലും നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. ഇതിൻ്റെ കറക്റ്റ് പറയുന്നത് നമ്മൾ വസ്തുതാപരമായിട്ട് ശരിയായിരിക്കണം, എന്നാൽ പക്ഷം പിടിച്ചതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാനും പാടില്ല. ഇത് ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ജോലിയല്ലേ ശരിക്കും? ഞാൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഞാൻ കഴിവതും നമ്മൾ എടുക്കുന്ന റിസോഴ്സ് മെറ്റീരിയൽസ് അൺബയസ്ഡ് ആണോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതും പലപ്പോഴും ടഫാണ്. കാരണം നമ്മളിപ്പോൾ ഒരു റിസർച്ച് മെറ്റീരിയൽ എടുത്തിട്ട് അത് ഇടത് പ്രൊപ്പഗാൻഡയാണോ അല്ല കൊളോണിയൽ പ്രൊപ്പഗാൻഡയാണോ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി നമുക്കൊരു മാസത്തിലധികം ചിലവിടേണ്ടി വരും. നമ്മളിൽ അത്രയും സമയമില്ല. അപ്പോൾ നമ്മൾ പ്രൈമ ഫേസി നമ്മളെ മുന്നിൽ വരുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് പൊതുമാധ്യമങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു, ചരിത്രകാരന്മാർ ഇതിനെങ്ങനെ കാണുന്നു, ഹിസ്റ്ററി പ്രൊഫസേഴ്സിനോടൊന്ന് ചോദിക്കും നമ്മൾ. അപ്പോൾ ഇവരെല്ലാവരും വെറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു സാധനത്തിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ എപ്പിസോഡിനുണ്ടാവും. ഇത് ഒരാഴ്ചക്കകത്തോടെ നടത്താനെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഞാനൊരു എപ്പിസോഡ് ചരിത്രത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് കേരളത്തിലൊരു 10 ചരിത്ര അധ്യാപകരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും ആ സ്ക്രിപ്റ്റ്. അവർക്ക് ഞാൻ എൻ്റെ ഗൂഗിൾ ഡോക്യുമെൻറ്റിന് ആക്സസ് കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ച് അഭിപ്രായം ചോദിച്ച ശേഷമാണ്. അതും വേരിയസ് എന്താ പറയുക അനുഭവമുള്ള ആളുകൾ. ഒരു ഇടതുപക്ഷത്തു നിന്നുള്ള ഒരാളെടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ അതേസമയം തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള അധ്യാപകരുടെ അടുത്തും കാണിക്കും. അപ്പോൾ ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ ഫ്ലാഗ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഞാനത് ഓക്കെ ഒന്ന് അറ്റുനേറ്റ് ചെയ്തിട്ടാൽ പിന്നെ അത് വിടുള്ളൂ. അത് ആ ശ്രദ്ധ പുലർത്താറുണ്ട് കഴിവതും. തുടക്കത്തിൽ അത് പറ്റിയിട്ടില്ല. തുടക്കത്തിൽ ചില എപ്പിസോഡ്സിലൊക്കെ ഞാൻ ചിലപ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഇപ്പം സ്റ്റാലിൻ എപ്പിസോഡൊക്കെ ചെയ്തപ്പോൾ പക്ഷേ ഞാൻ അവിടെയും പ്രിക്കോഷൻ എടുത്തായിരുന്നു. സ്റ്റാലിനയ്യ നിങ്ങൾ നല്ലവരാ കെട്ടവരാ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ അതൊരു മറ്റേ നായകൻ്റെ സ്റ്റൈലിലാണ് തുടങ്ങിയത്. അപ്പം ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പം മലബാർ കലാപം ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ മൊത്തം അന്ന് സംഘികളുടെ മൊത്തം ആറാട്ടായിരുന്നു അവിടെ മലബാർ കലാപം ചെയ്ത സമയത്ത്. അതുപോലെ കശ്മീരി പണ്ഡിറ്റുകൾ ചെയ്ത സമയത്ത് തിരിച്ചുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ബിൽക്കിസ് ബാനു ചെയ്ത സമയത്ത് വേറൊരു ആംഗിളിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാലിൻ ചെയ്ത സമയത്ത് ഇപ്പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരർത്ഥത്തിൽ അപ്പം നമ്മൾ ഉറുദുഖാൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ശരിക്കും ഉറുദുഖാനൊക്കെ ചെയ്ത് ആരാണ് നമ്മളെ കുറ്റം പറയാൻ പോകുന്നത് നമുക്കൊരു സംശയം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഉറുദുഖാൻ അടക്കം അവിടെ ഫാൻസ് ഉണ്ട്. നമ്മൾ ഉറുദുഖാനെ ചെറുതായിട്ടൊന്ന് ചാമ്പി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കണക്ട്. ആദ്യത്തെ ഒരു വേവ് എന്ന് പറയുന്നത് വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 2 മണിക്കൂർ എന്ന് കഴിഞ്ഞാൽ ഈ വെട്ടുകളികളുടെ വേവാണ്. ആദ്യം വന്ന് കമൻറ്റ് ചെയ്യുന്നതിൽ ജെന്യൂൻ ഫാൻസ് ഉണ്ടാവും. അല്ലാതെ വെട്ടുകളി ഈ വിഷയത്തിൻ്റെ വെട്ടുകളികളുണ്ടാവും. അതായത് ഒരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ
ആ വിഷയത്തിൽ ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്തിയ ആളുടെ ഫാൻസ് ഉണ്ടാവും, അവർ അറഞ്ചം പുറഞ്ഞ തെരുവിലായിരിക്കും നമ്മളെ. ലാസ്റ്റ് ചെയ്ത വഖഫ് ബോർഡ് എപ്പിസോഡിൻ്റെ ചോട്ടിൽ ഇതുപോലെ വൻ അറ്റാക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ പല വഖഫ് വിരോധികളുണ്ട്. എന്തുകൊണ്ടെന്നില്ല, അവർക്ക് വഖഫ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ വിരോധി അത് അന്ധമായിട്ടുള്ളൊരു ഇസ്ലാമോഫോബിയയുടെ പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചത് എന്താണ് അതിൻ്റെ ആക്ച്വൽ ഹിസ്റ്ററി എന്ന് മാത്രമാണ്. എന്തായിരുന്നു വഖഫ് എന്ന കൺസെപ്റ്റ്, അതിലെങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത്, അതിൽ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ലാപ്സസ് ഉണ്ടായിട്ടുള്ളത്, വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ലാപ്സ് ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ നിങ്ങൾ ആ കൺസെപ്റ്റിനെ പ്രാഥമികമായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിമർശിക്കുകയുള്ളൂ, അത് ചെയ്യാൻ പറ്റില്ല. ഈ എക്സ്പ്ലെയിനറിന് അപ്പുറത്ത് ആണ് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം ഇതിനകത്ത്. അപ്പം എന്ത് തോതായിരിക്കും ഇതിനകത്ത്? അപ്പോൾ ഫാക്ട്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെങ്കിലും ഇതൊക്കെ എഴുതിയവരും ചരിത്രം നിർമ്മിച്ചവരും ഒക്കെ ഏതെങ്കിലുമൊക്കെ പക്ഷം പിടിച്ചിട്ടുണ്ടാവാം, അവരുടെ ടോൺ ഇതിനകത്ത് കിടപ്പുണ്ടാവും, അത് നമുക്കും ക്യാരി ചെയ്യേണ്ടി വരും. ഇതെങ്ങനെയാണ് അപ്പോൾ സെൻസ് ചെയ്യുക? എന്ത് ടൂളിനകത്തൂടെ കൃത്യമായി കടത്തിവിട്ടാണ് ഇതിനെ ശരിക്കും ഒരു ആധികാരികത ഉറപ്പ്? കുറച്ചധികം സോഴ്സസ് നോക്കണം, എന്നാലേ നമുക്ക് പലതും കോൺട്രഡിക്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പം നമുക്കിതിൽ ഏതാ ശരി എന്നുള്ള ആലോചിക്കാനുള്ള നമുക്കൊരു സമയം കിട്ടും. പിന്നെ ഞാൻ പലപ്പോഴും എക്സൈറ്റിംഗ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു അനക്ഡോട്ടൽ ഇൻസിഡൻറ്റ് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ കാഴ്ചക്കാരൻ കൂടുതലായി എന്നോട് അറ്റാച്ച്ഡ് ആവും. പല കേസുകളിലും നമുക്ക് ആ അനക്ഡോട്ടൽ ഇവൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നല്ല ഹുക്കായിരിക്കും, ആളുകൾ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ഇരുന്ന് കണ്ടോളൂ. കാരണം എൻ്റെ സെൻട്രൽ പോർഷനിലുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള മ്യൂസിക്കാണ്, അതൊരു ലൂപ്പ് മ്യൂസിക്കാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നത് വളരെ ശാന്തമായിട്ടിരുന്ന് കേട്ട് ഇങ്ങനെ ഇപ്പോൾ അവസാനം വരെ പോകും. പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡ്രാമയും കുറച്ച് ടേണിംഗ് പോയിന്റ്സ് ഒക്കെ നമ്മളതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നോളൂ ആൾക്കാർ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഞാൻ കുട്ടികളോട്, ഇൻറ്റേൺഷിപ്പിന് വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, ഇപ്പോൾ ധ്രുവ് റാത്തിയുടെ റിസർച്ച് ടീം നിങ്ങളെ ശ്രദ്ധിക്കുക, അതൊരു വലിയ വർക്കാണ്. ഇവിടെ ബാബു രാമേന്ദ്രനെ നിങ്ങൾ നോക്കൂ, അയാൾ എത്ര രസമായിട്ടാണ് ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു 10% കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്കുള്ള വിഷയങ്ങൾക്ക് ഓക്കെയാണ്. ഇത്രയും ഡെപ്തുള്ള റിസർച്ചൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ ആ 10% ചെയ്താൽ മതി, നിങ്ങൾ പക്ഷേ അതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്നത്. ഈ തരത്തിലൊക്കെ വളരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിസർച്ച് എന്ന് പറയുന്നത് പ്രോപ്പർ റിസർച്ചിങ്ങും ചെയ്യണം. പിന്നെ ഇത് റിസർച്ച് ചെയ്താൽ മാത്രം പോരാ, ഇത് ചെയ്തു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇതിൽ എൻ്റെ കേസിൽ പക്ഷേ പലരും എന്നോട് പറയും നിങ്ങളുടെ റിസർച്ച് ടീം കൊള്ളാം, അടിപൊളിയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു അവിടെ ആരെയും കാണാനില്ല. നിലവിലെ സിസ്റ്റത്തിൽ എനിക്ക് റിസർച്ച് ടീം ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പബ്ലിക് പാർട്ട്ണർഷിപ്പുള്ള സാധനമാണ്, എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാ വിഷയത്തിനും അത് സാധ്യമായിക്കൊള്ളുന്നില്ല. ചില വിഷയത്തിൽ ഇപ്പോൾ ഞാൻ CPA പറ്റിയൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ സർ CPA എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ഒന്നിലധികം ആൾക്കാരെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അവരൊക്കെ എന്നെ സഹായിച്ച് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് റിസർച്ച് ടീമാക്കി വെച്ചോണ്ടല്ല, ധ്രുവറാട്ടിക്കുള്ളത് പൈസ കൊടുത്ത് വെച്ച റിസർച്ച് ടീമാണ്. അവർക്ക് അതിന് മാത്രം ബജറ്റ് ഉണ്ട്, അതിന് മാത്രം വ്യൂവർഷിപ്പ് ഉണ്ട്, നമുക്ക് അതിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു അന്ന്. ഇനി അങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൈസ കൊടുത്തോ ഒരാളെ മലയാളത്തിലൊരു ധ്രുവറാട്ടിയാണ് വേണ്ടത് നമുക്ക്. പക്ഷേ ധ്രുവറാട്ടി പക്ഷേ എക്സ്പ്ലെയിനർ ആണെന്ന് പുള്ളി സ്വയം പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരാ, ഞാനൊരു എക്സ്പ്ലെയിനിങ് മാത്രം സംതൃപ്തരല്ല, എനിക്ക് കഥ പറയാൻ വേണം അതിനകത്ത്. എനിയുടെ സ്റ്റോറി എന്നുള്ളതാണ്. ആ സ്റ്റോറി ഇല്ലാത്ത വിഷയങ്ങൾ ഞാൻ എടുക്കാൻ പോകാറില്ല. കേൾക്കുമ്പോൾ ഒരു കഥയുടെ ഒരു രസം കിട്ടണം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. അൽത്തർവേസ് ഇപ്പം നമ്മളിപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡായിട്ട് ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ തന്നെ, ഞാൻ വിഷയം പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ വിഷയത്തിൻ്റെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള മോങ്കറിങ് ഭയങ്കരമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിങ്ങനെ വെറുതെ പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ അതുകൊണ്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൾക്കാർ ഏറ്റെടുക്കുന്നില്ല. ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ആ പറഞ്ഞതിൻ്റെ പേരിൽ വേറെ ആൾക്ക് നാളെ അടി കിട്ടാൻ പാടില്ല, മറ്റുള്ള അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് പലപ്പോഴും പല മാധ്യമങ്ങളും ഇന്ന് പല വിഷയങ്ങളെയും സമീപിക്കുന്നത്. കാരണം ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം അസമിൽ കുറച്ച് പിള്ളേർ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് അവിടെ ആരാണ്ട് പറഞ്ഞു വരുത്തി കുട്ടികളെ പിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഈ 4 പേരും നാട്ടുകാർ അടിച്ചു കളഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ നിൽക്കുന്ന മാധ്യമത്തിൻ്റെ പവർ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഇന്ന ടീം ഇങ്ങനെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വഴി കൂടെ പോകണം വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നാട്ടുകാരെ പിടിച്ച് ഉപദ്രവിക്കാൻ പോകുന്നത്. ഇതിന് വലിയൊരു റീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി, നമ്മളെ സ്പൈഡർമാനിൽ പറയുന്നല്ലേ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തോടെ എന്തും പറയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കഥ വേണം എന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് പല വിഷയങ്ങളും ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ എടുത്ത വിഷയങ്ങളിൽ ചിലതെന്ന് പറയുന്നില്ല, ഇപ്പോൾ എസ്കോബാറിൻ്റെ കഥ എടുക്കുക, അല്ലെങ്കിൽ ഓഷോ രജനീഷിൻ്റെ കഥ എടുക്കുക, ഫൂലൻ ദേവിയുടെ, ഇവർക്കൊക്കെ പറയാനുള്ള നെഗറ്റീവ് ആസ്പെക്റ്റിലുള്ളൊരു സ്വാധീനത്തിൻ്റെ കഥയും കൂടി ഉണ്ടാവും. ഈ കഥ എടുക്കുന്ന സമയത്ത് നമ്മളും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമകളിൽ വില്ലനെ കാണിക്കുമ്പോഴാണ് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ അവരുടെ കഥ പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗ്ലോറിഫിക്കേഷനും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള പരമാവധി മിനിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലാതെ
അല്ലാതെ അതിൽ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മിനിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം അതിലൊരു സബ് പോർഷൻ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ അതിനെ അനലൈസ് ടെഡ് ബണ്ടി എപ്പിസോഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു സൈക്കോപാത്തായിട്ട് മാറിയത്, അതിന് പിന്നിലുള്ള മനോരോഗത്തിൻ്റെ പരമായിട്ടുള്ള വിശകലനം നമ്മളതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങനെ ആവുമ്പോൾ ആവുന്നതിലേക്ക് പോകുമ്പോൾ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സന്ദേശം നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് പലതും ഞാൻ ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അപ്പം ചില സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ നമുക്ക് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് കഥയൊന്നുമില്ല, ജസ്റ്റ് ദ ഗോറി ഡീറ്റെയിൽസ് മാത്രമുള്ളൂ. അവർ പറയുന്നതിൽ ഭയങ്കര, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടെഡ് ബണ്ടിക്ക് ശേഷമുള്ള പല സീരിയൽ കില്ലേഴ്സും ഉണ്ട്, ഞാനത് എടുക്കാതെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ സ്റ്റോറി കുറവാണ്, ഗോറി നേച്ചർ ഓഫ് ദെയർ കില്ലിങ്സ് ആണുള്ളത് അതിനകത്ത്. അതിപ്പോൾ പറയാൻ അതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചില സിനിമകൾ ഇപ്പം ഭയങ്കര ബ്രൂട്ടാലിറ്റി ഉണ്ട്, കിട്ടിയാണ് കാണണം, അടിപൊളി. പക്ഷേ നമ്മൾ ജയിലർ സിനിമയിലൊക്കെ ഒറ്റപ്പെട്ടിനെ തല തെറിപ്പിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടാലിറ്റി, ഇതെന്തോ ഹരമായിട്ട് മാറിയ ഒരു സമൂഹത്തിലേക്കാണ് നമ്മളെ കഥകൾ കൊടുക്കുന്നത്. അവിടെ നമ്മളായിട്ട് ഇനി കൂടുതൽ ഞാൻ പലപ്പോഴും ആ ഗോറി നേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. കഥയ്ക്കൊരു രസമുണ്ടെങ്കിൽ ഇപ്പം ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ ഒരു രസമുണ്ട്, കഥ കേൾക്കാനൊരു രസമുണ്ട്. ആ രസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഗ്ലോറിഫിക്കേഷൻ അല്ല. പക്ഷെ അത്രയും അങ്ങനെയൊക്കെ വന്നൊരാൾ ഗാങ്സ്റ്റർ ആയപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ വലിയ റിസപ്ഷൻ കിട്ടി, അല്ലെങ്കിൽ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. ഗ്ലോറിഫിക്കേഷൻ വരും, കുറച്ച് ചോയ വരും എന്തായാലും, പക്ഷെ അത് ഒഴിവാക്കാൻ ഒരു നിർത്തിയില്ല. തുടക്ക സമയത്ത് ഇത്തരമൊരു പ്രോഗ്രാം, ഇത്തരമൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദഹിക്കില്ല, ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും പാടാണ്. പക്ഷേ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ വ്യൂവർഷിപ്പ് കാണിച്ചിട്ടായിരിക്കണം ഇത് കയറേണ്ടി വരിക. അപ്പോൾ ആദ്യഘട്ടത്തിലൊരു സഫറിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ക്വാളിറ്റി, അതിന് ശേഷവും തുടർന്നും ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്ന ഒരു ജേർണലിസ്റ്റാണ്. അപ്പം ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി ജേർണലിസ്റ്റ് ആയതല്ലെങ്കിലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് മുഖ്യധാര ജേർണലിസ്റ്റുകൾക്കൊപ്പം ബാബു ജാമെന്നതിൻ്റെ പേരും കൂടെ ചേർത്ത് വായിക്കാൻ ആൾക്കാർ തുടങ്ങിയത്. അപ്പം അവിടെ നമ്മളായിട്ട ആ ഒരു പെയിനാണോ ശരിക്കും നമുക്കിപ്പോൾ ഗെയിൻ ആയിരിക്കണത്? എന്ത് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് പോയിന്റിലാണ് അപ്പോഴും ഇങ്ങനെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ വേണം ഇതിങ്ങനെ വേണമെന്ന്? എനിക്ക് ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡ് വരെ ആ കാഴ്ചക്കാർ കുറവുണ്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, ഒരു 5 അല്ലെങ്കിൽ 10 എപ്പിസോഡ് വരെ. അപ്പോൾ പക്ഷേ ആ കാലം, ആ 10 എപ്പിസോഡ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ആദ്യത്തെ എപ്പിസോഡിലൊക്കെ ഞാൻ ചെന്നിരിക്കുന്നു, എൻ്റെ മുന്നിൽ ക്യാമറ ഉണ്ട്, എനിക്ക് പേടി, ലൈറ്റ് കണ്ടാൽ പേടി, ക്യാമറമാനെ കാണുമ്പോൾ പേടി, ക്യാമറമാനോടെ കാൻഡി ക്രഷ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തം ആംബിയൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ചെടിപ്പിക്കുന്ന ഒരു ആംബിയൻസ്. അത് ഞാൻ ഈ ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റിനായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള സാധനം ഉണ്ടാക്കണം. അത് നമ്മളിവിടെ ക്യാമറയോട് കഥ പറയണം, നാട്ടുകാരോട് കഥ പറയുകയാണ്, നാട്ടിൽ കഥ പറയുകയാണ്. ആ പറച്ചിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്ന ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ആംബിയൻസിലാണ്. ഒന്ന് ദാഹിച്ച വെള്ളം കുടിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും പഴയ സെറ്റപ്പിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ആ ഒരു ആംബിയൻസിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 5-6 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മളതിനെ മറികടക്കും. ഇപ്പോൾ മുന്നിൽ വന്നൊരു ഗോക്ക് കാണിച്ചാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ഫോക്കസ് നമ്മുടെ ക്യാമറ, നമ്മുടെ കഥ, നമ്മുടെ പ്രോംപ്റ്റർ, ഇത് മാത്രമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞവരെ ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്താ വെച്ചാൽ ഈ കഥ പറച്ചിലൊരു രസം കയറി. ഞാൻ ഒരിക്കലും ആദ്യം മുതൽ അവസാനം വരെയും വ്യൂവർഷിപ്പിനെ പറ്റി ഞാൻ ഒരുപാട് ബോധഡായിരുന്നില്ല. കാരണം തുടക്കത്തിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ പഠിപ്പിൻ്റെ ഹരത്തിലായിരുന്നു. അപ്പോൾ 1-2 എപ്പിസോഡൊക്കെ നല്ല എപ്പിസോഡ്, ഞാൻ ലയങ്ങളുടെ എപ്പിസോഡൊക്കെ നല്ല എപ്പിസോഡായിരുന്നു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുകയും അതിൽ നല്ലൊരു ഇമോഷണൽ പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഓടിയില്ല. പക്ഷേ അപ്പോൾ ആദ്യത്തെ കുറച്ച് ഓടി, രണ്ടാമത്തെ ഒട്ടും ഓടിയില്ല, മൂന്നാമത്തെ കുറച്ച് ഓടി. 4-5 ആയപ്പോഴേക്കും എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് എന്ത് കൊടുത്താലാണ് ഓടാൻ പോകുന്നത് എന്ന് എനിക്ക് ഏകദേശം ധാരണ കിട്ടി. അങ്ങനെ കൊടുത്തപ്പോൾ ആദ്യമായിട്ട് ഓടിയത് മറ്റേ വടക്കൻ കൊറിയയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു പെൺകൊച്ചിന്, അതാണ് ആദ്യമായിട്ട് കമേഴ്ഷ്യൽ നല്ലപോലെ ഓടുന്നത്. പിന്നെ വീരപ്പൻ കൊടുത്തു, മറ്റേ അന്നത്തെ ഹോട്ട് ടോപ്പിക്കുകളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം പിടിച്ച് കയറിയപ്പോൾ പിന്നെ അങ്ങ് ഓടി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു സ്കാൻഡൽസ്, അല്ലെങ്കിൽ നമ്മളൊരു സെൻസേഷണൽ, അല്ലെങ്കിൽ ഇതുപോലെ കുറ്റവാളികൾ, സീരിയൽ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോകും നമ്മൾ. അത് വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഓഫ് ബീറ്റ് ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് ഞാൻ സത്യത്ര ചെയ്തിട്ടുണ്ട്, സ്നേഹലത റെഡ്ഡി ചെയ്തിട്ടുണ്ട്, അന്നപൂർണ ദേവി ചെയ്തിട്ടുണ്ട്. അന്നപൂർണ ദേവി മ്യൂസിക്കിൽ ഞാൻ 2-3 ചെയ്തിട്ടുള്ള കൂടെ, ഒന്ന് മൈക്കൽ ജാക്സൺ, ഒന്ന് അന്നപൂർണ ദേവി. അങ്ങനെ അന്നപൂർണ ദേവിയെ പറ്റി ഒരാൾക്കും അറിയാത്ത വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. 50,000 പേരെ കണ്ട ഏറ്റവും കുറഞ്ഞ വ്യൂ ഉള്ള അന്നപൂർണ ദേവി ആയിരിക്കും ഒരു പക്ഷേ അതെനിക്കൊരു സംതൃപ്തി തന്ന സാധനമാണ്. ഞാൻ ചിലപ്പോൾ 1 മില്യൺ എപ്പിസോഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സാധനത്തിന് ചിലപ്പം 1 ലക്ഷം പോലും വ്യൂവർഷിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഞാൻ ആൾക്കാരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രസമുള്ള കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് സ്വാഭാവികമായിട്ട് വന്ന് കയറി കുറച്ച് കഴിയുമ്പോൾ. ഞാനത് അങ്ങനെ പിടിച്ചിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ വളരെ സ്നേഹത്തോടെ അങ്ങ് ഏറ്റെടുത്തു സാധനത്തിന്. അപ്പോൾ ആ സമയത്ത് അത് പിന്നീട് അങ്ങോട്ട് എനിക്ക് റിവാർഡിങ് ആയിരുന്നു. കാരണം ഓരോ എപ്പിസോഡിനും അങ്ങനെ റെസ്പോൺസ് വരുമായിരുന്നു. പിന്നെ ആ കാലത്ത് നോക്കിയാൽ കാണാം, ഒരു 10-15-20 എപ്പിസോഡിന് ശേഷമുള്ള കുറേ എപ്പിസോഡുകൾ മില്യൺ എപ്പിസോഡ്സാണ്. അതങ്ങനത്തെ വിഷയങ്ങളുമായിരുന്നു, നല്ല രസമുള്ള വിഷയങ്ങളുമായിരുന്നു.
അപ്പം അത് സ്വാഭാവികമായിട്ട് ആ ഒരു ഫേസിൽ നടന്നൊരു കാര്യമാണ്. അപ്പം അതിനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഗ്രിപ്പ് അടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ബാധ്യത കൂടി, ഒരുപാട് കൂടി. അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു ഈ കുറച്ചുകൂടെ മാറ്റണം, പുതുമ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്നൊക്കെ പറ്റിയിട്ടുള്ള ചിന്തകൾ നടന്നു, ഡിസ്കഷൻസ് പൊതുവിൽ ചാനലിൽ നടന്നു? ഇല്ല, അവിടെ ചാനൽ ഒരു ഘട്ടത്തിലും ഇതിനെ പറ്റിയൊന്നും ഇടപെട്ടിട്ടില്ല. ഞാൻ എന്നോട് എങ്ങനെയാ വെച്ചാൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഫുള്ളായിട്ട് വിട്ടാൽ. ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, എനിക്കിതിൽ തോന്നിയിട്ടുള്ള ഒരു വിഷമമുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ വളരെ എന്താ പറയുക ഇൻസ്റ്റിങ്റ്റീവായിട്ടാണ് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ഞാൻ സ്റ്റൈലൈസ്ഡ് ആവാൻ തുടങ്ങി. അതായത് പണ്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് കിടന്ന് ആർട്ടിക്കുലേഷൻ ഒക്കെ വരും, അത് ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആർട്ടിക്കുലേഷനാണ്, ഭയങ്കര ബോറായിരുന്നു അത്. അതെനിക്ക് മനസ്സിലായി പരിപാടി. ഞാൻ എൻ്റെ എപ്പിസോഡ്സ് കുറേ പ്രാവശ്യം കാണാറുണ്ട്, എല്ലാ എപ്പിസോഡും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഞാൻ എൻ്റെ ആർട്ടിക്കുലേഷൻസിന് ഇപ്പോൾ ഒരു കൺട്രോൾ കൊണ്ടുവന്നു. അതായത് ആർട്ടിക്കുലേറ്റ് ആവുന്നുണ്ട്, പക്ഷേ റിപ്പീറ്റേറ്റീവ് അല്ല, ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റേറ്റീവ് അല്ല. അപ്പോൾ അതൊരു ചെറിയൊരു കൊറിയോഗ്രാഫ്ഡ് ആക്കി എന്ന് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് മനസ്സിലാകാത്ത രീതിയിലാക്കി. അപ്പോൾ അത് കൊണ്ടുവന്നു. പക്ഷേ മോഡുലേഷനിൽ ചെറിയൊരു അവതരണത്തിലേക്ക് അങ്ങ് പോയിട്ട് കഥ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതിൽ നിന്ന് അവതരണം പ്രസൻറ്റേഷനിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. ഐ വോണ്ട് ടു അത് തിരിച്ചു പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പേര് മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കഥ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വടിവത്ത വാക്കുകളിലൊന്നും ആയിരിക്കില്ല കഥ പറയാം. നമ്മൾ നിർത്തുന്നതും പോസ് ചെയ്യുന്നതും ഒരു മൗനം എടുക്കുന്നതും അല്ലെങ്കിൽ അടുത്തൊരു ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് പോകുന്ന ആ ഒരു മോഡുലേഷൻ ഫീൽ ചെയ്യണം ശരിക്കും. അപ്പം ചിലപ്പം നമ്മൾ ഈ സംസാര ഭാഷ കൂടുതൽ വരണം. പക്ഷെ നമ്മൾ എഴുതുമ്പോഴുള്ള പ്രശ്നം, സ്ക്രിപ്റ്റ് എഴുതുകയാണല്ലോ, എഴുതുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മളത് അറിയാതെ നമ്മളെ ഇതിങ്ങനെ വീശിയൊക്കെ എഴുതും. പക്ഷെ അത് പറയാൻ നേരത്ത് ചിലപ്പോൾ നാക്ക് ഉടക്കും. ആ ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ എഴുതുന്നത് വേറൊരു ഫ്രെയിം ഓഫ് മൈൻഡിൽ ഇരുന്നിട്ടാണ്, അതേ സാധനം നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് പറയേണ്ടത് കഥ പറച്ചിലായിട്ടാണ്. അപ്പോൾ ഇതിന് സമയം കിട്ടിയില്ല എങ്കിൽ നമുക്ക് എഴുത്തിൻ്റെ ഭാഷ തന്നെ അവിടെ പോയി കിടക്കും, പിന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥ പറച്ചിലിൻ്റെ എഫിഷ്യൻസി കുറയും. പക്ഷെ ഞാൻ ഇപ്പോൾ സമയം എടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് എഴുതിയ ഭാഷയെ നമുക്ക് പറഞ്ഞ് സ്റ്റോറി ടെല്ലിംഗ് ഭാഷയായിട്ട് മാറ്റിയെടുത്ത ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പോകാറുള്ളൂ. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ അങ്ങനെ മെച്ചപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ഹെവി ആയിട്ടുള്ള റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ സംവാദാത്മകമായ അന്തരീക്ഷങ്ങളിൽ ഒരു സംവാദകനായി മാറേണ്ടി വരും. അപ്പം ഇതിലൊക്കെ എക്സ്പേർട്സ് ഉണ്ടാവാം, പല വിഷയങ്ങളിലും പലർക്കും ധാരണ കൂടുതലുണ്ടാവാം. ഇപ്പോൾ ഇവരോടൊക്കെ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് വിഷയങ്ങൾ നമ്മളും അവതരിപ്പിക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വർത്തമാനം നടക്കുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള അറിവില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു വലിയൊരു സ്ഥാപനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്, വല്ലാത്തൊരു കഥ പറയുന്ന ഒരാളാണ്. അപ്പം അവിടെയൊക്കെ ഈ നമുക്ക് അറിവില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ, അതേ നമ്മൾ അതിന് തറോ നോളജ് ഉള്ള വിഷയങ്ങൾ മാത്രമേ ഇങ്ങനെ? അങ്ങനെയല്ല, ഞാനൊരു വിഷയം എടുക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിലും ആ വിഷയത്തെക്കുറിച്ച് കുറേ അറിയുണ്ടാവല്ലോ, പല വിഷയങ്ങളും. പക്ഷെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പോകുന്നത്. എനിക്കൊന്നും അറിയില്ല, സാറ് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ വരും കുറേ കൂടെ. അപ്പം ഞാൻ വീണ്ടും അടുത്ത ഘട്ടം സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ച് വെറുത്ത് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഈ പ്രോസസ് അത്ര എളുപ്പമല്ല. ചിലപ്പോൾ കുറേ സംസാരിക്കും, ചിലപ്പോൾ ഞാൻ പറയുന്ന മണ്ടത്തരമായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ടോളുന്നില്ല. ഇവരൊക്കെ ടെമ്പറുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദുരനുഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷെ അതൊക്കെ സന്തോഷമാണ്. പിന്നീട് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കതൊക്കെ അവർ തന്നെ പിന്നീട് വിളിച്ച് നമുക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കും. ചിലപ്പം ആദ്യം ദേഷ്യം പിടിച്ച് പോയ ആൾക്കാരൊക്കെ. കാരണം ഇത് അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. കാരണം ഇതിന് പിന്നിൽ ഒരുപാട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സാധനമല്ല. നമുക്കുള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ആദ്യം വായിച്ചുള്ളൊരു ബേസ് വേണം. നമ്മളെയൊക്കെ ജനറേഷൻ കൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെന്നുള്ളതൊക്കെ അന്ന് കുറച്ച് വായിച്ചിട്ടുണ്ടല്ലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. ആ വായനയുടെ അടിത്തറ ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ സാധനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. പുതിയ ആൾക്കാർക്കുള്ള കുഴപ്പം വെച്ചാൽ ആ അടിത്തറ ഇല്ലാത്തതിൻ്റെ പേരിൽ പുതിയ സാധനം വായിക്കാൻ പ്രയാസം, വായിച്ചാൽ ഗ്രാബ് ചെയ്യാൻ പ്രയാസം, ഗ്രാബ് ചെയ്താൽ അസിമുലേറ്റ് ചെയ്യാൻ പ്രയാസം, അതിന് ഒരു സ്റ്റൈലൈസ്ഡായിട്ട് എഴുതി കൊണ്ടുവരാൻ പ്രയാസം, ഇതൊക്കെ അവർക്ക് പ്രയാസമാണ്. പക്ഷെ ആ വായനയുടെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ എന്തിനാണ് ദേശത്തിൻ്റെ കഥയും തെരുവിൻ്റെ കഥയും അതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ വായിച്ചതെന്ന് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ എന്തിനായിരുന്നു എന്ന് നമുക്ക് ബോധം വരുന്നുണ്ട്. കാരണം അതിൻ്റെയൊക്കെ അടിത്തറയിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് എഴുതുന്നതും നമ്മളിപ്പം നമ്മൾ ചെയ്യുന്ന സാഹിത്യ സൃഷ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ അങ്ങനെ ഒരു രസമുള്ള രീതിയിലല്ല എഴുതിക്കൊണ്ടിരുന്നത്. അത് വായിക്കുന്ന ആൾക്കൂടെ സന്തോഷം അങ്ങനെ ആകുമ്പോഴാണ് അത് കേൾക്കുന്ന ആൾക്ക് കഥയായിട്ട് തോന്നുന്നത്. പുതിയ പുസ്തകം DC ബുക്സാണ് ഇറക്കുന്നത്. അപ്പോൾ ഞാനതിന് റിവേഴ്സ് വർക്ക് ചെയ്തായിരുന്നു ആക്ച്വലി. അതായത് നമ്മളിപ്പോൾ ഈ സംസാര ഭാഷയിൽ നിന്ന് റിട്ടേൺ ഭാഷയിലോട്ട് തന്നെ വീണ്ടും മാറ്റിയായിരുന്നു. എന്നിട്ടാണ് പുസ്തകമായിട്ട് ഇറക്കാൻ പോകുന്നത്. അപ്പം വായിക്കുമെന്നത് വേറെ ഫീലിംഗ് തന്നെയാണല്ലോ. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അറിവിൻ്റെ തോതിനെ പറ്റിയിട്ടാണ്. ആ കാര്യത്തിൽ
ഞാൻ തീർത്തും ബ്ലാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ അത് ഞാൻ കീഴടങ്ങി സാഷ്ടാംഗം നമിച്ചിട്ടാണ് പോയി ആ ഒരു വിനയമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ആനന്ദ് ഒരു ആശയത്തെ പ്രതിദാനം ചെയ്തിട്ടാണ് അയാളുടെ എഴുത്ത് നടത്തുന്നത്. അത് ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എഴുതുന്നത്. അപ്പം ചരിത്രമായിരിക്കും മിക്കവാറും പുള്ളിയുടെ വിഷയം എന്ന് പറയുന്നത്. ചരിത്രത്തെ കൃത്യമായിട്ട് കഥകളിലൂടെയോ മറ്റോ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അതിന് മനോഹരമായ ഭാഷ ഉപയോഗിക്കണമെന്ന് ഭയങ്കര മുട്ടാപ്പിടിയൊന്നുമില്ല. പറഞ്ഞു തരിക, അത് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ചരിത്രമാണെന്ന് ബോറടിക്കാത്ത രീതിയിൽ പറഞ്ഞു തരുന്നു. അതൊരു വർക്കാണ്, നല്ല വർക്കാണ്. അതേപോലൊരു വർക്കാണ് നിങ്ങൾ നടത്തുന്നത്. ശരിക്കും ഒരു കാര്യത്തെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരിക. ചിലപ്പോൾ കൂടുതൽ കഥയായി പറയാൻ കഴിയുന്ന വിഷയങ്ങളെ സെലക്ട് ചെയ്യാറുള്ളൂ. പക്ഷേ എങ്കിലും ചലഞ്ചസ് ഏറ്റെടുത്ത് വിഷയങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞു തരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ശരിക്കും ഒരു വലിയ ജോലിയാണ്. ശരിക്കും നമ്മൾ ഈ ആർട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ആർട്ട് ഫോർ ആർട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും കഥ പറയാൻ വേണ്ടിയിട്ടല്ല കഥ പറയുന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അത് കഥാരൂപത്തിൽ സമീപിക്കുന്നതാണ്. ഏതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇതിൽ രണ്ടിൽ? മുദ്രാവാക്യ സ്വഭാവം ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതും എനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാനിപ്പം തുഗ്ലക്കിൻ്റെ എപ്പിസോഡ് ഞാൻ ഒന്നും കാണാതെ ചെയ്തതല്ല. അതിൽ തുഗ്ലക്ക് നോട്ട് നിരോധിച്ചിട്ടുണ്ട്, തുഗ്ലക്ക് അതുപോലെ തലസ്ഥാനം മാറ്റിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു സിമിലാരിറ്റി കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ളൊരു ഒബ്സർവേഷൻസ് അതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് ചില സാധനങ്ങൾ ചിലപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആനന്ദ് ആനന്ദിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണം, ആനന്ദ് ചെയ്തിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആനന്ദ് പഴയ പല കഥകളും എടുത്ത്, ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത് ഭാരതീയ ഹരിശ്ചന്ദ്രയുടെ ഒരു നാടകത്തിൽ നിന്നാണ്. ആ നാടകം അന്നുള്ളൊരു ഇതാണ്, ഒരു എന്താ പറയുക, ആശയവാസി നാടകമാണ്. അതിന് പക്ഷേ പുള്ളി അതിൻ്റെ പ്രമിസസിൽ നിന്ന് ഭാരതീയ ചരിത്രത്തിലൂടെ പിന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ പുള്ളി അതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനും അതിനെ, നമ്മൾ ഏറെയും കുറഞ്ഞ് അതിനെ ചെയ്യുന്നത്. നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ചില രാഷ്ട്രീയ പരിസരങ്ങളിലൂടെ അത് കൊണ്ടുപോകുന്നു. അവർ ചെയ്യുന്ന വലിയ കാര്യമാണ്. നമ്മളൊരു ചെറിയൊരു ജനപ്രിയ വെർഷൻ, പൾപ്പ് ഹിസ്റ്ററി. ഈ ചരിത്രത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇത് ബുദ്ധിജീവി പരിപാടിയാണെന്ന് മുദ്ര കുത്തുക. പക്ഷേ ഇത് വൈഡർ ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓഡിയൻസിന് ഒരു ക്ലാസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ക്ലാസ് ഓഡിയൻസ് മാത്രമേ ബാബു രാമചന്ദ്രനെ കണ്ടിട്ടുള്ളൂ എന്നാണോ വിശ്വസിക്കുന്നത്? അല്ലല്ല, എല്ലാ ഓഡിയൻസും നമ്മൾ പരിപാടി കാണുന്നത്. എനിക്കത് ഉറപ്പുണ്ട്. കാരണം ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് മറ്റേ രാജാജി നഗറിൻ്റെ സൈഡിൽ, ചെങ്കൽച്ചൂടിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അവിടെ നിന്നൊരു പയ്യൻ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്നാൽ ഇടിക്കാൻ വരാണെന്ന് വിചാരിച്ചാൽ ആദ്യം ചേട്ടൻ വല്ലാത്ത പരിപാടി, ചേട്ടൻ കൊണ്ട് എൻ്റെ എത്രമാത്രം ഡാറ്റ നഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങളെ പരിപാടി കണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജിയിലുള്ള ആളുകൾ ഇട്ടിട്ട് ഒരു ഓട്ടോറിക്ഷക്കാർ, നിങ്ങൾ ബാബു ബാലേന്ദ്രനല്ലേ? ശരി, അതെ, ഞങ്ങൾ പരിപാടി കാണാനുള്ളത്. അതൊരു ദിവസം ഞാനൊരു ദിവസം ഹൊറൈസൺ ബാറിൻ്റെ താഴെ പുള്ളി അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാനിവിടെ വെറുതെ ഇരിക്കുമ്പോൾ സാധനം പരിപാടി കാണും. അപ്പോൾ എല്ലാ സ്ട്രാറ്റജിയിലുള്ള ആൾക്കാർ നമ്മൾ പരിപാടി കാണുന്നത്. എന്നാൽ കോളേജ് പ്രൊഫസേഴ്സ് കാണുന്നുണ്ട്, IIT ഉള്ള പിള്ളേർ കാണുന്നുണ്ട്. അപ്പം ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ കൊച്ചുമകനും അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇരുന്ന് വേറെ സമയങ്ങളിലായിരിക്കാം, വേറെ ഡിവൈസസിലായിരിക്കാം, അവരൊക്കെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു ക്രോസ് ഏജ്, ക്രോസ് സ്ട്രാറ്റ ആളുകൾ വ്യൂവർഷിപ്പ് ഉണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതെല്ലാ പരിപാടികൾക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ പിള്ളേരും പറയുന്നത്, ചായക്കടയിലിരുന്ന് ചായ അടിക്കുന്ന ആൾ മുതൽ ചായ കുടിക്കുന്ന ആൾ മുതൽ അങ്ങ് ISROയിലിരുന്ന് റോക്കറ്റ് വിടുന്ന ആൾക്ക് വരെ ദഹിക്കണം. നമ്മൾ അത് ആലോചിച്ചിട്ട് ഇത് എഴുതാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട് ആൾക്കാർക്ക്. കാരണം പക്ഷെ അത് പ്രയാസമുള്ള പണിയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എങ്ങനെ പറയും ചായക്കടക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ? സ്റ്റീഫൻ ഹോക്കിങ് എന്ത് ചെയ്തു? ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തെന്ന്, ടൈം ഡയലേഷനെ പറ്റി എങ്ങനെയാണ് ചായക്കടക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, അതും ചെയ്തിട്ടുണ്ട്, അതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളെ. പക്ഷെ എന്നാലും ഐൻസ്റ്റൈൻ ഇങ്ങനെ തീവണ്ടി പോകുമായിരുന്നു. അപ്പോൾ ക്ലോക്ക് ടവർ കണ്ടു, പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു വരാൻ പറ്റും. ആ ഭാഷ നമ്മൾ വിടാതെ പിടിക്കണമെന്നേ ഉള്ളൂ. ആൾക്കാർ പേരല്ലാതെ വല്ലാത്തൊരു കഥ എന്ന് വിളിക്കുമോ? വല്ലാത്തൊരു കഥയല്ലേ എന്ന് ചോദിക്കും. പലപ്പോഴും വല്ലാത്തൊരു കഥ, വല്ലാത്ത കഥ, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ അവർ വിളിക്കാറുണ്ട്. പേരൊന്നുമില്ല. നിങ്ങൾ മറ്റേ കഥ പറയുന്ന ആൾ, ആ കഥ എന്നുള്ള ഒറ്റ ലേബലാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ആ കഥ പറയുന്ന ചേട്ടനല്ലേ, പക്ഷെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു രസമുള്ള സാധനമാണ്. കാരണം പരിപാടി ചെയ്യാം, പരിപാടി ഹിറ്റാകാം, പക്ഷെ അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് സ്നേഹം തോന്നുക നമ്മളോട്. അതായത് അത് ഈ അറിവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്. അപ്പം നമുക്ക് പലർക്കും സ്കൂളിൽ വേണ്ടത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പഠിക്കുന്ന സമയത്ത്. അപ്പം ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കട്ടിയായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന സാധനമാണ്. അവർ വെറുതെ കേട്ടാൽ മതി, അവർക്കുള്ള അറിവ് മൊത്തം കിട്ടുകയാണ് ഓരോന്നായിട്ട്. അപ്പം പണ്ട് ഇതേ കാര്യം ചെയ്തിരുന്നത് സാംബശിവനായിരുന്നു. സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ പല അമ്മച്ചിമാരും അവർ പായ എടുത്തുകൊണ്ടങ്ങ് പോവാണ് ഉത്സവറമ്പിലോട്ട്. അവിടെ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഈ നട്ടപ്പാതിരയ്ക്കായിരിക്കും ഇത് തുടങ്ങുന്നത്. പുള്ളി മറ്റേ കവളിയോ ടോൾസ്റ്റോയുടെ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സാധനം അതുപോലെ കേട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ചിലപ്പോൾ ഏതെങ്കിലും കോളേജ് പ്രൊഫസർ വീട്ടിലേക്ക് ജോലി ചെയ്യുന്നത്, അയാൾ ഇത് സാധനം ഷേക്സ്പിയർ ഡ്രാമ അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവും, ടോൾസ്റ്റോയുടെ സാധനം പഠിപ്പിക്കുന്നുണ്ടാവും. അവർ പറയുമ്പോൾ അയാളോട് 2 വർത്തമാനം പറയാൻ പറ്റും അവർക്ക്. കാരണം ഇതറിയാം, കഥ മൊത്തം അറിയാം.
കഥ മൊത്തം മലയാളത്തിലാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ധർമ്മമാണ് ഞാനും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല വിഷയങ്ങളും ഇപ്പോൾ ജോർജ് സോറോസിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ അമ്മായിമാർക്കും അമ്മൂമ്മമാർക്കും അറിയണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ജോർജ് സോറോസ് ആരാണെന്ന് എന്താണ്, പുള്ളി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ എങ്ങനെ തകർത്തു എന്നുള്ളൊക്കെ രസകരമായിട്ട് കഥയായിട്ട് പറഞ്ഞു. അതിനൊരു ധർമ്മമുണ്ട് ആക്ച്വലി. കഥകൾക്ക് ആളുകളിലേക്ക് എത്താനുള്ളൊരു സാധനമാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ പറയുന്നതിൻ്റെ ജോണർ വെച്ചിട്ട് ഒരു ബുദ്ധിജീവി പരിവേഷം കിട്ടാനുള്ള സാധ്യതയും ബുദ്ധിജീവികളെ കൂട്ടുകാരായിട്ട് കിട്ടാനും കൂട്ടുകാരികളായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതെങ്ങനെയാണ് ആസ്വദിച്ചത്? പലരും വിചാരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്നും ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നൊക്കെ. പക്ഷെ അത് ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഞാൻ പണ്ട് കുറേ കാലം എൻ്റെ ഫേസ്ബുക്കിൽ ഐ നോ ദാറ്റ് ഐ ഡു നോട്ട് നോ എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഞാനൊരു വിഷയം എടുക്കുന്നു, അതേപ്പറ്റി എനിക്ക് മുന്നിൽ കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു, അതിനെപ്പറ്റി ആ മെറ്റീരിയലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പാക്കേജ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് അറിവൊന്നും ഒരു കാര്യങ്ങളെ പറ്റിയില്ല. ഈ പറഞ്ഞ സാധനങ്ങളെ പറ്റിയൊക്കെ ഏറെക്കുറെ ധാരണ ഇപ്പം പറഞ്ഞത് വെച്ച് എനിക്കുണ്ട്. അല്ലാതെ ഇപ്പം അതിനെപ്പറ്റി ഗഹനമായിട്ട് പറയാൻ അറിയുന്ന, ആഴത്തിൽ പറയാൻ അറിയുന്ന ആളൊന്നുമല്ല ഞാൻ. പല കുട്ടികളും ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പോയിട്ട് മാഷുമാരോട് തർക്കിക്കും, അത് വല്ലാത്തൊരു ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സാറൊന്ന് പറഞ്ഞു, ഞാൻ പൊന്നു മക്കളെ ദയവ് ഇത് എന്നെ ഉപദ്രവിക്കരുത്, സാറ് പറയുന്നതാണ് കറക്റ്റ്, സാറിനെ അറിയുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസം പഠിച്ച് അരമണിക്കൂറിൻ്റെ സാധനം അവതരിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ സാറ് PhD എടുത്ത് ഗവേഷണം നടത്തി വന്നിരിക്കുന്ന ആളാണ്. അയാൾ പറയുന്ന പെർസ്പെക്റ്റീവ് ആയിരിക്കും കറക്റ്റ്. ഞാൻ വളരെ ചെറിയൊരു നാരോ ആയിട്ടുള്ള ഒരു ലെൻസ് കൂടെ കാണുമ്പോലെയല്ല മറ്റുള്ളത്. ചരിത്രത്തിൽ എപ്പോഴും പ്രൈമറി സോഴ്സസും ഹിസ്റ്ററി ബുക്സും ഒക്കെ തന്നെയാണ് റെഫറൻസ്. അല്ലാതെ വല്ലാത്തൊരു അത് ഒരിക്കലും ഒരു റെഫറൻസ് ആക്കരുത്. അതൊരു ബിഗിനിങ് മാത്രം ആവണം എന്നുള്ളതാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. തുടക്കം അവിടെ ആവാം. അതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ആ പുസ്തകങ്ങൾ പോയി വായിക്കാം പിന്നെ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇതേപോലെയാണ് ഈ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതിനും സ്കോപ്പില്ല എന്ന് പറയുന്നിടത്താണ് ഇതൊരു സ്കോപ്പ് ഉണ്ടാക്കി. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കണ്ടൻസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ എൻ്റർടൈൻഡായിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു മുമ്പേ ഉള്ള നടപ്പാണ്. പക്ഷേ ഇപ്പോൾ വയറ് പോലെ കരവൻ പോലെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്നിട്ടും നിലനിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ബഹുമാനം ബാബു രാമചന്ദ്രനോടും ബാക്കിയുള്ളവർക്ക് തോന്നാറുണ്ട്. അതായത് സമകാലിക ജേർണലിസ്റ്റുകൾക്കും തോന്നാറുണ്ട്. അങ്ങനെ തോന്നുമ്പോഴത്തെ അത് നമുക്കൊരു ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് പക്ഷേ അങ്ങനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നേ നടക്കണം എന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ടോ മനസ്സിനകത്ത്? അല്ല, ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ഞാൻ ജേർണലിസ്റ്റ് പഠിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പണിക്ക് അതായത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് എപ്പോഴും ഉണ്ടാവും. അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേൺസ് എപ്പോഴും ഉണ്ടാവും. 90കളിൽ ജേർണലിസ്റ്റുകൾ ചെയ്തിരുന്ന പണിയല്ലല്ലോ ഇപ്പോൾ 2000-ന് ശേഷം ഈ കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടായിട്ട് ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പണിയല്ലല്ലോ കഴിഞ്ഞൊരു വർഷമായിട്ട് ജേർണലിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ മാറി മാറി വരികയാണല്ലോ. അപ്പം ജേർണലിസ്റ്റുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, റെലവൻസ് കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഒരു വേവ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ട ജേർണലിസം ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷം മുതൽ ഇങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് ട്രൂ സെൻസിൽ ഞാൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആയിരുന്നിട്ടില്ല. ഞാൻ ഒരു പത്രത്തിന് വേണ്ടി എഴുതിയിട്ടില്ല. ഞാൻ ഒരു ചാനലിലും പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഡെസ്കിൽ തന്നെ അധികാലം ഉണ്ടായിരുന്നിട്ടില്ല. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച്. അപ്പം ഞാൻ പറയുന്നത് അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം അത് ജേർണലിസം എപ്പോഴും ഭയങ്കര വലിയൊരു കഴിവ് കൊണ്ട് വർക്കാന്ന് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അത് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറെ എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് പറ്റുന്ന ഒരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അത് ലൈവ് ജേർണലിസം അല്ല. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എഡ്യൂറ്റൈൻമെൻറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സെക്ടറിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ സാധനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഡയറക്ഷനിൽ പോകുന്നത്. ന്യൂസിനെ പാടെ വിട്ടുകൊണ്ടുള്ളൊരു പോക്ക് തന്നെയാണത്. റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ജേർണലിസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ കൂടി ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, അതിൽ കുറച്ചും കൂടി വിവരം ഉണ്ടാക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇന്നെന്ത് നടന്നു എന്ന ചോദ്യത്തിനേക്കാളോ അല്ലെങ്കിൽ നീജർക്കായിട്ടുള്ള ഒരു റിയാക്ഷനെ പുറത്തുണ്ടാകുന്നൊരു അനാലിസിസ് ഒന്നും അല്ല എനിക്ക് ചെയ്യാൻ പറ്റുക. ഇതിനൊക്കെ പരിമിതികളുണ്ട്. നാളെ ചിലപ്പോൾ തിരുത്തേണ്ടി വരാം. ഞാൻ പറയുന്നത് അതുകൊണ്ട് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ എന്നോട് ചോദിച്ചു, മോദിയെ പറ്റി എന്താ നിങ്ങൾ കഥ പറയാത്തത്? ഞാൻ പറഞ്ഞു, മോഡിയെ പറ്റി കഥ പറയണമെങ്കിൽ ഒരു 5 വർഷം കൂടി കഴിയണം, കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഇപ്പം ഇരുന്ന് പറയുന്നത് ചിലപ്പം നമുക്കത് ജഡ്ജ് ചെയ്യാൻ വേണ്ടത്ര ഒരു സ്പേസ് നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ അങ്ങനത്തെ ഇതിലേക്ക് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ അതാണ് ഞാൻ എന്നുള്ളത്. അതും കൂടി കേട്ടോ കാര്യം. അത് കുറച്ചുകൂടി സേഫാണ്. കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് അനലിറ്റിക്കൽ സ്കിൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറേ കൂടെ നന്നായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ പറഞ്ഞു കേട്ടു, ഈ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്ഥാപനത്തിൽ എന്തൊക്കെയായിരിക്കും അനുവദിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിനകത്ത് തന്നെ നമ്മൾ തന്നെ ഒരു സെൽഫ് കൗൺസിലിംഗ് നടത്തിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ വലിയ റെസ്ട്രിക്ഷൻസ് ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇത് അവർ വെട്ടിയാലോ ഇല്ലെങ്കിൽ ഇത് അവരുടെ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ബാബുവിൻ്റെ ഒരു പേര് നഷ്ടപ്പെടുത്തുമെന്നൊക്കെ തോന്നിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ ചില വിഷയങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ നാളെ ഞാൻ എപ്പിസോഡ് ചെയ്തിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടാവണം, പുതുതായിട്ട് റെവലേഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവണം. അല്ലെങ്കിൽ അത്രയും
നല്ലൊരു ഇൻസൈറ്റ് നമുക്ക് കൊടുക്കാനുണ്ടാവണം. ഇത് രണ്ടുമില്ലാതെ ഞാൻ ആ വിഷയം എടുത്തിട്ട് ഓടുമെന്നുകൊണ്ട് മാത്രം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്, പക്ഷേ എന്നാൽ പിന്നീട് വേറെ ചില സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ഒന്ന് പേഴ്സ്പെക്റ്റീവ് മാറ്റി പിടിച്ച് അതേ വിഷയം തന്നെയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ ഒരു സെൽഫ് പറഞ്ഞ സെൻസർഷിപ്പ് വരില്ല എന്നല്ല, നമുക്ക് ഉള്ള ലിമിറ്റേഷൻസൊക്കെ നമുക്ക് അറിയാം. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാറുള്ളൂ. കാരണം നിലനിൽപ്പ് പ്രശ്നമാണല്ലോ എല്ലാ കാലത്തും. ഈ കാണുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മോഹമൊക്കെയാണ്. ഈ ചിരിച്ച് കളിച്ച് മറിയുന്ന സ്വഭാവമൊന്നും ഇല്ല. സുഹൃത്തുക്കൾക്കിടയിലൊക്കെ എങ്ങനെയാണോ? അല്ലല്ല, ഞാൻ പരമാവധി എന്താ പറയുക ഫൺ ലവിങ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. ഞാൻ ഇത് ടി വിയിൽ വരുമ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ഗൗരവമുള്ള പരിപാടി ആയതുകൊണ്ട് തോന്നുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ ഞാൻ പരമാവധി സിനിമകൾക്ക് പോകുന്ന, സിനിമ കാണുന്ന, അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്ന, പാടൊന്നുമില്ല പക്ഷേ പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാവിധ സോഫ്റ്റ് സാധനങ്ങളോടും താല്പര്യമുള്ള എല്ലാവരോടും സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ അത് നമുക്ക് പിന്നെ അങ്ങനെ പഴയ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. പണ്ടാരോ സിനിമയെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിഫൻസ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വൺസ് യു ബ്രേക്ക് ദറ്റ് ഐസ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖവും കൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീട്ടിലാരൊക്കെയാണ് ഉള്ളതെന്ന്? ഞാനിപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വൈഫിവിടെ കേരള സർവകലാശാല ജോലി ചെയ്യുന്നു. മക്കൾ രണ്ടുപേരും ഇവിടെ ക്രൈസ്തവ തന്നെ പഠിക്കുന്നു. 2 പിള്ളേർ, ഒരു കുട്ടി 13 വയസ്സ്, ഒരു കുട്ടിക്ക് 8 വയസ്സ്. അപ്പോൾ ഇത്രയാണ്, ചെറിയൊരു ഫാമിലിയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അച്ഛൻ മരിച്ചുപോയി, അച്ഛനുണ്ടായിരുന്നു. അമ്മ എറണാകുളത്താണ് താമസിക്കുന്നത്. അച്ഛൻ കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ പുതിയൊരു വല്ലാത്തൊരു കഥ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. സന്തോഷം.